ജയിൽ ജീവിതം എങ്ങനെയുണ്ടെന്നറിയാനുള്ള ആഗ്രഹവുമായി 15 വർഷം മുമ്പ് വ്യവസായി ബോബി ചെമ്മന്നൂർ കേരള പോലീസിനെ സമീപിച്ചിരുന്നു. കുറ്റം ചെയ്യാത്തവർക്ക് ജയിലിൽ കഴിയാനാകില്ലെന്ന് പറഞ്ഞ് പോലീസ് ബോബി ചെമ്മന്നൂരിനെ തിരിച്ചയച്ചു. എന്നാൽ തെലങ്കാനയിൽ ജയിൽ ടൂറിസത്തിന്റെ ഫീൽഡ് ജയിൽ എന്ന പദ്ധതിയിലൂടെ ബോബി ചെമ്മന്നൂർ ആ ആഗ്രഹം സഫലമാക്കി. 500 രൂപ ഫീസ് അടച്ച 24 മണിക്കൂറാണെന്ന് ജയിലിൽ കഴിഞ്ഞത്. തടവുകാരുടേതുപോലത്തെ വസ്ത്രം ധരിച്ച് അവിടുത്തെ ജോലികൾ ചെയ്ത് അവർക്ക് നൽകുന്ന ഭക്ഷണം കഴിച്ചായിരുന്നു 24 മണിക്കൂർ ബോബി ചെമ്മന്നൂർ ജീവിച്ചത്. ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. സിനിമാ താരം ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ ഇന്നലെ യഥാർത്ഥ തടവ് പുള്ളിയായി ബോബി ചെമ്മന്നൂർ കാക്കനാട് ജില്ലാ ജയിലിലെത്തി. ജാമ്യം നിഷേധിച്ച ഉത്തരവ് കേട്ടയുടൻ തന്നെ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ച ബോബിയുടെ ആരോഗ്യനില ഭദ്രമാണെന്ന് ജനറൽ ആശുപത്രിയിൽ പരിശോധിച്ച് ഉറപ്പിച്ച ശേഷമാണ് കാക്കനാട് ജില്ലാ ജയിലിൽ പ്രവേശിപ്പിച്ചത്. അന്ന് അകത്ത് കിടക്കാൻ ആഗ്രഹിച്ച ബോബി ചെമ്മന്നൂർ ഇന്ന് പുറത്തിറങ്ങാനുള്ള ശ്രമത്തിലാണ്. ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് അഭിഭാഷകരുടെ നീക്കം. ഇന്ന് തന്നെ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചേക്കും. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും കുറ്റബോധമില്ല എന്നും ബോബി ചെമ്മന്നൂർ ഇന്നലെ പ്രതികരിച്ചിരുന്നു. അതേസമയം നടി ഹണി റോസിനെതിരായ ലൈംഗിക അധിക്ഷേപ പരാമർശ കേസിൽ റിമാൻഡിലായ ബോബി ചെമ്മന്നൂർ ഇന്നാണ് വീണ്ടും ജാമ്യാപേക്ഷ നൽകുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് നീക്കം. അതേസമയം ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകുന്നതും അഭിഭാഷകൻ പരിഗണിക്കുന്നുണ്ട്. റിമാൻഡിലായ ബോബി ചെമ്മന്നൂരിനെ ഇന്നലെ രാത്രിയാണ് എറണാകുളം ജില്ലാ ജയിലിലേക്ക് എത്തിച്ചത്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബോബി ചെമ്മന്നൂർ. 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തതിനെ തുടർന്ന് കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചപ്പോഴും ഇത് തന്നെയാണ് ബോബി ചെമ്മന്നൂർ ആവർത്തിച്ചത്. ഇതിനിടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ബോബി ചെമ്മന്നൂരിനെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ ചില നാടകീയ സംഭവങ്ങളാണ് ഉണ്ടായത്. ബോബിയെ കൃത്യമായി പരിശോധിക്കാൻ പോലീസ് ഡോക്ടറെ അനുവദിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ചിലർ പോലീസ് വാഹനം തടയുകയുണ്ടായി. ബോബി ചെമ്മന്നൂരിന് ആരോഗ്യ പ്രശ്നമുണ്ടെന്നും കൃത്യമായി ECG എടുത്തിട്ടില്ല എന്നും ആരോപിച്ചുകൊണ്ടാണ് ആശുപത്രിയിൽ നിന്നും കാക്കനാട് ജില്ലാ ജയിലിലേക്ക് പോവുകയായിരുന്ന പോലീസ് വാഹനം ഇവർ തടഞ്ഞത്. ഇത് ബോബിയുടെ ആരാധകരാണോ ബൗൺസ്മാർ ആണോ എന്നത് വ്യക്തമല്ല. ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന നടി ഹണി റോസിന്റെ പരാതിയിലെടുത്ത കേസിലാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ബോബി ചെമ്മന്നൂരിനെ കോടതി 14 ദിവസം റിമാൻഡ് ചെയ്തത്. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അഭിരാമിയാണ് ശിക്ഷ വിധിച്ചത്. പ്രശസ്ത അഡ്വക്കേറ്റ് രാമപിള്ളയാണ് ബോബി ചെമ്മന്നൂരിന് വേണ്ടി ഹാജരായത്. കോടതി ജാമ്യം നിഷേധിച്ച ഉടൻ തന്നെ തനിക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുന്നുവെന്ന് കോടതി അറിയിച്ചതിനാൽ ബോബി ചെമ്മന്നൂരിനോട് കോടതിയിൽ വിശ്രമിച്ചു കൊള്ളാൻ അനുവദിച്ചു. തനിക്ക് അൾസർ ഉണ്ടെന്ന് ബോബി ചെമ്മന്നൂർ കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ബോബിയെ സമീപത്തുള്ള ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. സംഭവം നടന്ന ഏറെ നാളുകൾക്ക് ശേഷം പരാതിയുമായി എത്തുന്നതിൽ സംശയമുണ്ടെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. അടുത്ത ദിവസം ഇറങ്ങുന്ന സിനിമയുടെ മാർക്കറ്റിംഗിന്റെ ഭാഗമാണ് ഈ കേസെന്നും പ്രതിഭാഗം വാദിച്ചു. എന്നാൽ കേസിന്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ പോകുന്നില്ലെന്ന് കോടതി അറിയിച്ചു. ജാമ്യം ഇപ്പോൾ നൽകേണ്ടതുണ്ടോ എന്നാണ് പരിശോധിക്കുന്നതെന്നും കോടതി അറിയിച്ചു. അതുകൊണ്ട് തന്നെ പ്രതിഭാഗം ഹാജരാക്കിയ വീഡിയോകൾ കാണാൻ പോലും കോടതി വിസമ്മതിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.